ഒരിക്കൽ ഒരു നാൾ ഒരു വലിയ തത്വചിന്തകൻ ശ്രീബുദ്ധന്റെ അരികിലെത്തി. ധാരാളം ചോദ്യങ്ങൾ ബുദ്ധനോട് ചോദിക്കാനുണ്ടായിരുന്നു അദ്ദേഹത്തിന്. അയാൾ ബുദ്ധന്റെ അരികിലിരുന്ന് ബുദ്ധനോട് ചോദ്യങ്ങൾ ചോദിക്കാൻ തുടങ്ങി. ബുദ്ധൻ അവനെ ശ്രദ്ധാപൂർവം കേട്ടതിന് ശേഷം അവനോട് പറഞ്ഞു, താങ്കൾക്ക് യഥാർത്ഥത്തിൽ ഉത്തരം ആവശ്യമുണ്ടോ? എങ്കിൽ തീർച്ചയായിട്ടും താങ്കൾ എനിക്ക് ഒരു സമ്മാനം തരണം. അപ്പൊ ഫിലോസഫർ പറഞ്ഞു, ഞാൻ ഇത്രയും കാലം ജീവിച്ചു, എൻ്റെ ഒത്തിരി സംശയങ്ങൾക്ക് ഉത്തരവൊക്കെ ലഭിച്ചിട്ടുണ്ട്. പക്ഷേ എത്രയെത്ര സംശയങ്ങൾക്ക് മറുപടി ലഭിച്ചിട്ടും പിന്നെയും പിന്നെയും സംശയങ്ങൾ നിലനിൽക്കുകയാണ്. പറയൂ, ഞാൻ എന്ത് സമ്മാനമാണ് അങ്ങേക്ക് നൽകേണ്ടത്? ഞാൻ എന്ത് സമ്മാനവും നൽകാൻ തയ്യാറാണ്. പക്ഷേ എനിക്ക് എൻ്റെ ചോദ്യങ്ങൾക്ക് ഉത്തരം ലഭിക്കണം. ബുദ്ധൻ പറഞ്ഞു, വളരെ നല്ല കാര്യം. പകുതിയിലധികം പേർക്കും ഉത്തരം വേണം, പക്ഷെ അവരാരും അതിന് സമ്മാനം നൽകാൻ തയ്യാറല്ല. അതുകൊണ്ടാണ് ഞാൻ താങ്കളോട് സമ്മാനം നൽകാനായി തയ്യാറാണോ എന്ന് ചോദിച്ചത്. അയാൾ വീണ്ടും ചോദിച്ചു, അപ്പോൾ ഞാൻ എന്ത് സമ്മാനമാണ് താങ്കൾക്ക് നൽകേണ്ടത്? 2 വർഷത്തേക്ക് താങ്കൾ മൗനമായിട്ട് എൻ്റെ അരികിലിരിക്കുക. അതാണ് എനിക്ക് വേണ്ട സമ്മാനം. ഈ കാലയളവ് കഴിയുമ്പോൾ ഞാൻ തന്നെ താങ്കളോട് ആവശ്യപ്പെടാം. ആ സമയം താങ്കൾക്ക് എന്ത് ചോദ്യം തന്നെയായാലും എന്നോട് ചോദിക്കാവുന്നതാണ്. ഞാൻ വാക്ക് തരുന്നു. ഞാൻ താങ്കളുടെ ഏത് ചോദ്യത്തിനും ആ സമയം മറുപടി നൽകുന്നതായിരിക്കും. പക്ഷേ 2 വർഷം താങ്കൾ പരിപൂർണമായും മൗനമായി തന്നെ ഇരിക്കണം. അവൻ വീണ്ടും ബുദ്ധനോട് ചോദിച്ചു, താങ്കൾക്ക് ഒരു പരിപൂർണമായ വാഗ്ദാനം നൽകാൻ കഴിയുമോ? 2 വർഷത്തിന് ശേഷം എൻ്റെ എല്ലാ ചോദ്യങ്ങൾക്കും ഉത്തരം നൽകാൻ കഴിയുമോ എന്ന്? ഞാൻ പരിപൂർണമായ വാഗ്ദാനം നൽകുന്നു. നിന്റെ ചോദ്യങ്ങൾക്കെല്ലാം ഞാൻ ഉത്തരം നൽകിയിരിക്കും. പക്ഷേ നീ ചോദ്യം ചോദിച്ചില്ലെങ്കിൽ പിന്നെ ആര് അതിനുത്തരം നൽകും? ആ സമയം മരത്തിന്റെ അടിയിൽ ധ്യാനത്തിലായിരുന്ന ഒരു ശിഷ്യൻ ഇത് കേട്ട് ചിരിക്കാനായിട്ട് തുടങ്ങി. അയാൾ ബുദ്ധനോട് ചോദിച്ചു, എന്തിനാണ് താങ്കളുടെ ശിഷ്യൻ ഇത് കേട്ടിട്ട് ഇങ്ങനെ ചിരിക്കുന്നത്? ബുദ്ധൻ പറഞ്ഞു, അത് താങ്കൾ അദ്ദേഹത്തിനോട് പോയി ചോദിക്കൂ. അപ്പോൾ തന്നെ അയാൾ ശിഷ്യന്റെ അരികിലേക്ക് ചെന്ന് അവനോട് ചോദിച്ചു, എന്തുകൊണ്ടാണ് താങ്കൾ ചിരിച്ചത്? ശിഷ്യൻ പറഞ്ഞു, താങ്കൾക്ക് എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ചോദിച്ചോളൂ കേട്ടോ. ഞാൻ വാക്ക് തരുന്നു, 2 വർഷത്തിന് ശേഷം താങ്കളുടെ ചോദ്യങ്ങൾക്കെല്ലാം ബുദ്ധൻ മറുപടി നൽകുന്നതായിരിക്കും. ഞാനും താങ്കളെപ്പോലെ ഇവിടെ എത്തിയതാണ്. 2 വർഷമായിട്ട് ഞാൻ ഈ മരത്തിന്റെ അടിയിൽ ധ്യാനത്തിലാണ്. ഇപ്പോൾ എനിക്ക് ഒരു ചോദ്യവും എനിക്ക് ചോദിക്കാനില്ല. എൻ്റെ എല്ലാ ചോദ്യങ്ങൾക്കും എനിക്ക് തന്നെത്താൻ ഉത്തരം ലഭിച്ചു. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ചോദിച്ചോളൂ എന്ന്. അല്ലെങ്കിൽ 2 വർഷത്തിന് ശേഷം ഒരു ചോദ്യവും ചോദിക്കാൻ താങ്കൾ അവശേഷിക്കില്ല. പക്ഷെ എന്നിട്ടും ഫിലോസഫർക്ക് തൻ്റെ ചോദ്യങ്ങൾക്ക് ഉത്തരം വേണമായിരുന്നു. അദ്ദേഹം ബുദ്ധന്റെ അരികിൽ ഓരോ ദിവസവും ധ്യാനത്തിൽ ഇരിക്കാൻ തുടങ്ങി. അയാൾ സമയം കടന്നു പോയത് അറിഞ്ഞതുപോലുമില്ല. എന്തുകൊണ്ടെന്നാൽ ഒരാൾ എപ്പോഴാണോ ചിന്തിക്കാൻ തുടങ്ങുന്നത് അവസാനിപ്പിക്കുമ്പോൾ അയാൾ തീർച്ചയായിട്ടും സമയം കടന്നു പോകുന്നതേ അറിയില്ല. എന്നാൽ ബുദ്ധൻ ഫിലോസഫർക്ക് വാക്ക് നൽകിയ സമയം ഓർത്തു വെച്ചിരുന്നു കേട്ടോ. 2 വർഷം എന്നാണോ കഴിഞ്ഞത്, അന്ന് തന്നെ ബുദ്ധൻ അയാളുടെ അരികിലെത്തി. എന്നിട്ട് പറഞ്ഞു, ഇപ്പോൾ താങ്കൾക്ക് എന്നോട് എന്ത് ചോദ്യം വേണമെങ്കിലും ചോദിക്കാവുന്നതാണ്. ഞാൻ വാക്ക് തരുന്നു, താങ്കളുടെ ഓരോ ചോദ്യങ്ങൾക്കും ഞാൻ ഉത്തരം നൽകുന്നതായിരിക്കും. ഞാൻ പ്രതിജ്ഞ ചെയ്തതുപോലെ തന്നെ. ഇപ്പോൾ താങ്കൾക്ക് എന്തെങ്കിലും ചോദിക്കാനുണ്ടോ? ഫിലോസഫർ ചിരിക്കാൻ തുടങ്ങി. എന്നിട്ട് പറഞ്ഞു, താങ്കളുടെ ആ ശിഷ്യൻ പറഞ്ഞത് ശരിയായിരുന്നു. ഇപ്പോൾ ഞാനിവിടെ 2 വർഷമായിട്ട് ധ്യാനത്തിലിരുന്നപ്പോൾ എനിക്ക് ഒന്നും തന്നെ ചോദിക്കാനുള്ള ഒരു ചോദ്യവും എന്നിൽ അവശേഷിക്കുന്നില്ല. താങ്കളുടെ ആശീർവാദത്തിൽ എനിക്ക് അറിയേണ്ട എല്ലാ ചോദ്യങ്ങളുടെ ഉത്തരം എന്നിലേക്ക് തന്നെ വന്നണഞ്ഞു. നമ്മുടെ ജീവിതത്തിൽ നമുക്ക് വേണ്ട ഉത്തരങ്ങൾക്കായിട്ട് നമ്മൾ പുറത്തൊക്കെ അലയാറുണ്ട് അല്ലേ? അപ്പോൾ നമ്മൾ തന്നെ നമ്മുടെ ചോദ്യങ്ങൾക്ക് ഉത്തരം കണ്ടെത്താതെയാണ് ഇങ്ങനെ പുറത്ത് അലയുന്നത്. എന്നാൽ നമ്മളുടെ മനസ്സിനെ ഒന്ന് ശാന്തമാക്കി നമ്മളുടെ മനസ്സിനോട് തന്നെ ആ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം ചോദിക്കുകയാണെങ്കിൽ നമ്മുടെ ആ മനസ്സ് തന്നെ നമുക്കുള്ള ഉത്തരം തന്നിരിക്കും.